നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. മിഷൻ 10th പ്രിലിംസ് 2026 പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നലത്തെ PYQ സെഷൻ എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എല്ലാവർക്കും ക്ലാസ് ഇരുന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഞാൻ മാക്സിമം അതാണ് നോക്കുന്നത്. ക്ലാസ് ഇരുന്ന് പഠിക്കുന്ന സമയം നിങ്ങളെ ഫുള്ളായിട്ട് അത് മനസ്സിലാക്കിപ്പിക്കുക. അത് പഠിക്കാൻ വേണ്ടി വേറെ സമയം നിങ്ങൾക്ക് കണ്ടെത്തേണ്ടി വരരുത്. ആ ഒരു രീതിയിലായിരിക്കും ഞാൻ എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് പോലും നിങ്ങൾ മിസ്സാക്കരുത്. കറണ്ട് അഫയേഴ്സിന്റെ കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് കറണ്ട് അഫയേഴ്സും ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. മോട്ടിവേഷൻ സെഷൻ വേണം എന്നുണ്ടെങ്കിൽ അത് പറയുക. അപ്പൊ അങ്ങനത്തെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം, അത് പറയുമ്പോ തന്നെ ഉത്തരം കിട്ടുമല്ലോ. സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏതാ? പറഞ്ഞേ. കോഴിക്കോടാണ്. കോഴിക്കോട്. അപ്പൊ യുനെസ്കോയുടെ പദവി 2023 ഒക്ടോബർ മാസം 31 ലോക നഗര ദിനം, വേൾഡ് സിറ്റീസ് ഡേയിലാണ് യുനെസ്കോ കോഴിക്കോടിനെ സാഹിത്യ നഗരം, സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയി പ്രഖ്യാപിച്ചത്. കൂടാതെ ഈ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരവും ഇന്ത്യയിലെ ആദ്യത്തെ നഗരവുമാണ് കോഴിക്കോട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യം. ഇനി 2023 മറ്റൊരു നഗരം കൂടി ഉണ്ടായി, സംഗീത നഗരം. അതേതാ കുട്ടികളെ? മധ്യപ്രദേശിലെ ഗ്വാളിയോർ ആണ്. മധ്യപ്രദേശിലെ ഗ്വാളിയോർ. ഇപ്പൊ തന്നെ പഠിച്ചോ. ഇപ്പോ 2023 തന്നെ ഇന്ത്യയിൽ നിന്ന് മധ്യപ്രദേശിലെ ഗ്വാളിയോറിന് എന്ത് പദവിയാ ലഭിച്ചത്? സിറ്റി ഓഫ് മ്യൂസിക് അഥവാ സംഗീത നഗരം എന്ന പദവിയാണ് ലഭിച്ചത്. ഇപ്പൊ യുനെസ്കോയുടെ ക്രിയേറ്റീവ് നഗരങ്ങൾ, ക്രിയേറ്റീവ് സിറ്റീസ് ശൃംഖലയിൽ നിലവിൽ എത്ര മേഖലകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 7 മേഖലകൾ. സാഹിത്യം, സംഗീതം, ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്ട്, ഡിസൈൻ, സിനിമ, ഗ്യാസ്ട്രോണമി, മീഡിയ ആർട്ട്. ഇങ്ങനെ 7 മേഖലകളാണ് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് ശൃംഖലയിൽ ഉള്ളത്. ഏതൊക്കെയാണ്? സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്. അപ്പൊ സാഹിത്യവും സംഗീതവും രണ്ടുപേർക്ക് കിട്ടി. സംഗീതം ഗ്വാളിയോറിനും സാഹിത്യം കോഴിക്കോടിനും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ സാഹിത്യം, സംഗീതം, ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്ട് അതൊന്നാണ്. ഡിസൈൻ, സിനിമ, ഗ്യാസ്ട്രോണമി, മീഡിയ ആർട്ട്. ഇങ്ങനെ 7 എണ്ണമാണ് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് ശൃംഖലയിൽ ഉള്ളത്. പ്രധാനപ്പെട്ട മറ്റ് നഗരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്ട് പദവി 2015 ജയ്പൂർ നഗരത്തിന് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചു. സംഗീത നഗരമായിട്ട് 2015 വാരാണസിയെ തെരഞ്ഞെടുത്തിരുന്നു. 2017 സംഗീത നഗരമായിട്ട് ചെന്നൈയെ തെരഞ്ഞെടുത്തിരുന്നു. 2019 സിനിമാ നഗരമായിട്ട് മുംബൈയെ തെരഞ്ഞെടുത്തിരുന്നു. ഗ്യാസ്ട്രോണമി, അതെന്ത് ഗ്യാസ്ട്രോണമി? ഭക്ഷണകലയാണ്. ഭക്ഷണകല 2019 ഹൈദരാബാദിനെ തെരഞ്ഞെടുത്തിരുന്നു. ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്ട് 2021 ശ്രീനഗറിനെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് ഗ്വാളിയോർ ആൻഡ് കോഴിക്കോട്. സെറ്റ് അല്ലേ? അപ്പോ ഒട്ടുമിക്ക പോയിന്റ്സും അതിന്ന് കിട്ടിയില്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് എന്നത്. അപ്പൊ എന്താണ് ഈ പദ്ധതി? കുടുംബശ്രീ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ശാക്തീകരണ അല്ലെങ്കിൽ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിനുകളിൽ ഒന്നാണ് തിരികെ സ്കൂളിലേക്ക് എന്നത്. അതായത് കുടുംബശ്രീ അംഗങ്ങളായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അവധി ദിവസങ്ങളിൽ എവിടെ? സ്കൂളുകളിൽ വെച്ച് ക്ലാസുകൾ നൽകുന്ന വിപുലമായ പദ്ധതിയാണ് തിരികെ സ്കൂളിലേക്ക്. ഇതിന്റെ ലക്ഷ്യം എന്താ? പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അതായത് കുടുംബശ്രീയുടെ അയൽക്കൂട്ട സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് സ്ത്രീകളെ മാറ്റിയെടുക്കുക, ഉപജീവന മാർഗങ്ങളെ കുറിച്ച് അവർക്ക് അവബോധം നൽകുക. ഇതൊക്കെയാണ് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിന്റെ ലക്ഷ്യം.
ഇപ്പൊ 2023 ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് കുടുംബശ്രീ മിഷൻ ഈ ഒരു ക്ലാസ് മുറി അനുഭവം സ്ത്രീകൾക്ക് വേണ്ടി പുനഃസൃഷ്ടിച്ചത്. ഓക്കെ, അപ്പോ ഇവിടെ തിരികെ സ്കൂളിലേക്ക് കാണുമ്പം ഓപ്ഷൻ ഡിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സർവശിക്ഷ കേരള പദ്ധതി പ്രകാരം നടത്തി വരുന്ന പരിപാടി എന്ന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം വെച്ച് ഓപ്ഷൻ സിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇത് വിദ്യാഭ്യാസ വകുപ്പും കുടുംബശ്രീയും ചേർന്നുള്ള ഒരു സ്ത്രീ ശാക്തീകരണ പരിപാടിയാണെന്ന് കിട്ടുമല്ലോ. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് കുടുംബശ്രീയെ പറ്റി കുറച്ച് പോയിന്റ്സ് നോക്കിയാലോ. അതിനു മുന്നേ നമ്മുടെ മുഹറം ഓഫറിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിലെ ഇപ്പൊ മുഹറം ഓഫർ റണ്ണിങ് ആണ്. നമ്മുടെ ആപ്പിലെ ഒട്ടുമിക്ക എല്ലാ കോഴ്സുകൾക്കും ഇപ്പോൾ ഫ്ലാറ്റ് 10% ഓഫ് ഉണ്ടായിരിക്കും. നിങ്ങൾ മുഹറം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇപ്പൊ LDCയുടെ പുതിയ ബാച്ച്, കമ്പനി LGS, VFA ബെഫ്കോ LD കോംബോ ബാച്ച്, VFA ബെഫ്കോ LD കോംബോ ബാച്ചിന്റെ ഒക്കെ ഫീസ് വരുന്ന 1999. ഇപ്പൊ അത്രയും പോലും ഫീസിലെ 10% കുറഞ്ഞിട്ടുള്ള ഫീസേ ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളൂ. മുഹറം എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതിയേ. അതുപോലെ VFA ബെഫ്കോ LD ഒക്കെ പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. LDCയുടെ പുതിയ ബാച്ച് എല്ലാ യൂണിഫോം പോസ്റ്റ്, അതായത് CPO, WCPO, APO, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫയർമാൻ മുതലായ എല്ലാ യൂണിഫോം പോസ്റ്റുകൾ അവൈലബിൾ ആണ്. SI അവൈലബിൾ ആണ്. എല്ലാ ഡിഗ്രി ലെവൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇതിനൊക്കെ ഇപ്പോൾ 10% ഓഫ് ഉണ്ടായിരിക്കും. ജൂൺ 25 വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഒരു സന്തോഷ വാർത്ത, ഐഫോണിലും ഇപ്പോൾ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ കിട്ടും. അപ്പൊ LDCയുടെ പുതിയ ബാച്ചിലേക്ക് ഇനി ഒരു 15 സീറ്റും കൂടെ ബാക്കിയുള്ളൂ. LDCയുടെ ബാച്ചിൽ നോട്ട് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. LDCയിലും ഉണ്ട്, LGSലും ഉണ്ട്. പിന്നെ LGSന്റെ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ നടക്കുവാണേ. LGSന്റെ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജൂലൈ 6 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അവരെ ഒന്ന് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കുടുംബശ്രീയെ പറ്റി കുറച്ച് പോയിന്റ്സ് നോക്കാം. കുടുംബശ്രീ ഫോം ചെയ്ത ഡേറ്റ് എന്നാ, അത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കുടുംബശ്രീ എന്നാണ് രൂപീകരിച്ചത്? ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ, സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് ഏത്? കുടുംബശ്രീ. കുടുംബശ്രീ കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രീ എന്നാൽ ഐശ്വര്യം, കുടുംബത്തിന്റെ ഐശ്വര്യം. സ്ത്രീകൾ തന്നെയല്ലേ കുടുംബത്തിന്റെ ഐശ്വര്യം. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം താഴെ കമന്റ് ചെയ്തോ കുട്ടികളെ. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയും. പരീക്ഷണ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലുമാണെന്ന് ഓർക്കുക. അത് 1994 പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വർഷമാണ് കുടുംബശ്രീ നിലവിൽ വന്നത്. അത് നിങ്ങൾ കമന്റ് ചെയ്തല്ലോ അല്ലെ. ഇനി കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ? അതും ഒന്ന് താഴെ പറയാമോ? കോഡൊക്കെ വെച്ച് ഞാൻ പഠിപ്പിച്ചതല്ലേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടലിന്റെ പേരെന്താ? സ്ത്രീ ശക്തി എന്നതാണ് കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ. മികച്ച കുടുംബശ്രീയെ തെരഞ്ഞെടുക്കാൻ ദൂരദർശൻ നടത്തിയ റിയാലിറ്റി ഷോയാണ് ഇനി ഞങ്ങൾ പറയാം. ഇനി ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ അയൽക്കൂട്ടം മനസ്വിനിയാണ്. കോട്ടയത്താണ് ഫോം ചെയ്തത്. കോട്ടയം. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനം എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ NHG, ദാറ്റ് ഈസ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്, അയൽക്കൂട്ടം എന്ന് പറയും. ഇനി അതിന് മുകളിലാണ് ADS വരുന്നത്. ADS എന്നാൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, മേഖല വികസന സൊസൈറ്റി എന്ന് പറയും. അതിന് മുകളിലാണ് CDS വരുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യമൊന്നും മറന്നു പോരുതേ.
ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. പുതിയ SCERT ഒക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? കുട്ടികളെ, നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? നമ്മുടെ പുതിയ SCERT അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പുതിയ SCERT, സോഷ്യൽ സയൻസ് എന്നീ പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകളിലും ഞാൻ പുതിയ SCERT പഴയ SCERT ഒക്കെ കൊടുക്കുന്നുണ്ട്, ചാപ്റ്റർ വൈസ്. അപ്പൊ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഇപ്പൊ പറയാനുള്ള കാരണം, ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് പുതിയ SCERT 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് സെക്കൻഡ് രണ്ടാമത്തെ ടെക്സ്റ്റിൽ നിന്നാണ്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യൻ സമ്പദ്ഘടനയെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ചോദ്യം നോക്കിക്കേ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ, അതായത് ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. അപ്പോ ഉത്തരം ആദ്യം അങ്ങ് പറയട്ടെ, അതോ 3 ഓപ്ഷനും പറയണോ? 3 ഓപ്ഷനും അങ്ങ് പറയാം അല്ലെ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. തെറ്റാണ്. ഗിഗ് തൊഴിലാളികൾ സാധാരണയായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി, അതായത് ഗിഗ് തൊഴിലാളി എന്ന് പറയുമ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, ഓല ഇതൊക്കെ ഓടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ ഈ കമ്പനികളുമായിട്ടാണ് ധാരണയിൽ ഏർപ്പെടുന്നത്. ഇവർ കമ്പനികളുമായി ഡിജിറ്റൽ രൂപത്തിലുള്ള ഔപചാരിക കരാറുകളിൽ ഒപ്പുവെച്ചിട്ട് ശേഷമാണ് ജോലിയിൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ഈ കരാറുകൾ പരമ്പരാഗത സ്ഥിര ജോലികളിലെ കരാറുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ചോദ്യത്തിൽ കരാറിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല എന്നല്ലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട ജോലികളാണിവ. കറക്റ്റ്. ഗിഗ് സാമ്പത്തിക വ്യവസ്ഥയുടെ, അതായത് ഗിഗ് എക്കണോമി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. സ്ഥിരമായ ജോലിയല്ല, ടെമ്പററി ആണ്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതാണ്. അതിനെ എന്ത് പറയും? ടൈം ബൗണ്ട് ആയിട്ടുള്ള ജോലിയാണെന്ന് പറയും. അപ്പോ ഉദാഹരണത്തിന് ഒരു ഭക്ഷണം ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരം യാത്രക്കാരെ എത്തിക്കുക എന്നത് ഒരു താൽക്കാലികവും സമയബന്ധിതവുമായ ദൗത്യമല്ലേ. അപ്പൊ അത് ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. യെസ്, വെരി വെരി കറക്റ്റ്. ഗിഗ് തൊഴിലാളികൾക്ക് ഒരു കമ്പനിയിൽ മാത്രം കെട്ടുപിണഞ്ഞു കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫ്രീലാൻസ് ആയി ജോലി ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരേ ദിവസം തന്നെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഡെലിവറി പാർട്ണറായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോ ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോ നമ്മുടെ SCERTയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. എപ്രകാരം? പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി. അവരുടെ സവിശേഷതകൾ ഇതാണ് അവിടെ പ്രസ്താവന രീതിയിൽ ചോദിച്ചത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. ഇവിടെ എന്താ അവർ തന്നിരുന്നത്? സാധിക്കുന്നില്ല എന്നല്ലേ. അപ്പൊ തെറ്റല്ലേ? സാധിക്കുന്നു. ഇനി രണ്ടാമത്തത്, താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ്. യെസ്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. യെസ്. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ശരിയാണ്. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. ശരിയാണ്. അപ്പൊ ആദ്യത്തെ 3 പ്രസ്താവന തന്നെയല്ലേ അതേപടി എടുത്ത് തന്നിരിക്കുന്നത്. കണ്ടോ? SCERT എത്രത്തോളം പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കിയോ? ഇനി ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിക്കഴിഞ്ഞു. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവരൊക്കെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് പരിചയമുള്ളത് ഈ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാര്, സൊമാറ്റോ, സ്വിഗ്ഗി, ഓൺലൈൻ ടാക്സി, ഊബർ, ഓല, ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റർമാർ, വെബ് ഡിസൈനർമാർ, ഇവരൊക്കെ ഗിഗ് തൊഴിലാളികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഒരു പോർട്ടൽ, അതൊരു കറണ്ട് അഫെയർ ആണ്. ഈ ശ്രം പോർട്ടൽ ഇത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇവരെ ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. സെറ്റ് അല്ലേ? മനസ്സിലായോ കുട്ടികളെ? മനസ്സിലായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? ഒരുപാട് പേരൊന്നും വീഡിയോ കണ്ടിട്ട് വെറുതെ പോവാണ്, ആർക്കും സജസ്റ്റും ചെയ്തു കൊടുക്കുന്നില്ല, സബ്സ്ക്രൈബും ചെയ്തു കൊടുക്കുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യുക, നമുക്കതൊരു വലിയ സപ്പോർട്ടാണേ. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നിങ്ങൾ പിന്നെ പറയുന്നുണ്ട് ഒരുപാട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നേ. അപ്പൊ അതില് വീഡിയോയുടെ ലെങ്ത് എത്ര ആയാലും കുഴപ്പമില്ല മിസ്സേ, നമുക്ക് ക്ലാസ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരു ദൈർഘ്യത്തിൽ തന്നെ ക്ലാസ് തരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താ? കറണ്ട് അഫെയർ ആണ്. ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം എന്നതാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. ഇങ്ങനെ ഒരു പേരുമാറ്റം നടന്നത് എന്നാണ്? 2024 ജൂലൈ മാസം 25-നാണ്. 2024 ജൂലൈ മാസം 25-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് രാഷ്ട്രപതി ഭവനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹാളുകളുടെ പേര് മാറ്റിയത്. ഈ ദർബാർ ഹാൾ എന്നൊക്കെ പറയുന്നത് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് കൊളോണിയൽ ഭരണത്തിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടയാളമായിട്ടിരുന്നതാ. അപ്പൊ ഈ അടയാളങ്ങളൊക്കെ ഒഴിവാക്കി ഇന്ത്യൻ സംസ്കാരവും ജനാധിപത്യ മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പേരുമാറ്റങ്ങളൊക്കെ നടന്നത്. ദർബാർ എന്നത് രാജാക്കന്മാരുടെയും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും ഒക്കെ സഭകളെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതെന്തിനാ ഇനി ഇന്ത്യക്ക്, അല്ലെ? അപ്പൊ ഇന്ത്യ ഒരു റിപ്പബ്ലിക് അഥവാ ഗണതന്ത്ര രാജ്യം ആയതുകൊണ്ടാണ് ഗണതന്ത്ര മണ്ഡപം എന്ന ദർബാർ ഹാളിന് പേര് നൽകിയത്. അപ്പൊ 1947 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതും 1948 സി രാജഗോപാലാചാരി ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറലായി ചുമതലയേറ്റതും ഒക്കെ എവിടെ വെച്ചിട്ടാണ്? ഈ ദർബാർ ഹാളിൽ വെച്ചാണ്. നിലവിൽ പത്മ അവാർഡ് ഉൾപ്പെടെയുള്ള ദേശീയ പുരസ്കാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതും ചീഫ് ജസ്റ്റിസുമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതും ഒക്കെ എവിടെയാണ്? ദർബാർ ഹാളിൽ വെച്ചിട്ടാണ്. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഹാളിന്റെ പേര് ഇനിയും ദർബാർ എന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതങ്ങ് മാറ്റി ഗണതന്ത്ര മണ്ഡപം എന്നാക്കി. അതുപോലെ തന്നെ അശോക മണ്ഡപം എന്ന് അശോക് ഹാളിന്റെ പേരാണ് മാറ്റിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ തന്നെ ബ്രിട്ടീഷ് കാലത്തെ ബോൾ റൂം ആയിരുന്ന അശോക് ഹാളിന്റെ പേരാണ് അശോക് മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ ഹാളിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വിദേശ പ്രതിനിധികളെ സ്വീകരിക്കുന്ന പ്രധാന ഹാളായിരുന്നേ. ഓക്കെ, ഇനി കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് പുതിയതായിട്ട് മാറ്റിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് നമുക്ക് നോക്കാം. അയോധ്യ ജംഗ്ഷൻ, ഉത്തർപ്രദേശിലെ പ്രശസ്തമായ അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി. അയോധ്യ ജംഗ്ഷൻ എന്നായിരുന്നു പേര്, അത് മാറ്റിയിട്ട് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാക്കി. അയോധ്യ ധാം, DHAM. ഓക്കെ, DHAM, അയോധ്യ ധാം ജംഗ്ഷൻ എന്നാക്കി. ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി വീരാംഗന ലക്ഷ്മിഭായ് റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയിട്ടുണ്ട്. വീരാംഗന ലക്ഷ്മിഭായ് റെയിൽവേ സ്റ്റേഷൻ. ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചായിരുന്നോ? നമ്മൾ വാട്സാപ്പിന്റെ ആഗോള മേധാവിയായിട്ട് ഒരു ഇന്ത്യക്കാരൻ നിയമിതനായി. ആരാണ് അദ്ദേഹം? വായിച്ചൊന്ന് താഴെ കമന്റ് ചെയ്യാമോ? ഓക്കെ, ഇനി മുഗൾ സരായി ജംഗ്ഷന്റെ പേര് എന്താക്കിയാ മാറ്റിയത്? പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്നാണ് മാറ്റിയത്. പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ, മുഗൾ സരായി ജംഗ്ഷൻ. അതുപോലെ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പേര് എങ്ങനെയാ മാറ്റിയത്? റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിലേക്കാണ് മാറ്റിയത്. റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ. ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലാണ്. മുംബൈയിലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പേര് എങ്ങനെയാ മാറ്റിയത്? ചിന്താമൻചാവു ദേശ്മുഖ്. അതാണ് CD ദേശ്മുഖ്. CD ദേശ്മുഖിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയായിരുന്നോ? CD ഫോർ ചിന്താമൻചാവു ദേശ്മുഖ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് മാറ്റിയത്. RBIയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആണ് ആര്? CD ദേശ്മുഖ്. ഓക്കെ, അപ്പൊ രാഷ്ട്രപതിന്റെ പേര് കർത്തവ്യപദ് എന്നാക്കിയ മാറ്റി. അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. രാഷ്ട്രപതിന്റെ പേര് കർത്തവ്യപദ് എന്നാക്കി. മുഗൾ ഗാർഡന്റെ പേര് എങ്ങനെയാക്കിയത്? അമൃത് ഉദ്യാൻ എന്നാണ് ആക്കി മാറ്റിയത്. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേര് എങ്ങോട്ടേക്കാ മാറ്റിയത്? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാക്കി. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന്റെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് മാറ്റി. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയൊക്കെ പേര് മാറ്റിയത് കുറച്ച് നാൾ മുന്നേ വന്നതാണ്. റോസ് ദ്വീപിന്റെ പേര് മാറ്റിയിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാക്കി. നീൽ ദ്വീപിന്റെ പേര് മാറ്റിയിട്ട് ഷഹീദ് ദ്വീപ് എന്നാക്കി. ഹാവ്ലോക്ക് ദ്വീപിന്റെ പേര് മാറ്റിയിട്ട് സ്വരാജ് ദ്വീപ് എന്ന് ആക്കി. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സുകൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് 1-2 ക്ലാസ്സുകൾ കൂടുതൽ വേണോ? അതുകൂടെ താഴെ പറയാമോ? നമുക്കത് പരിഗണിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ LDSന്റെ ബാച്ചിന്റെ കാര്യം മറന്നുപോകരുത്. LGSന്റെ പുതിയ ബാച്ചിന്റെ കാര്യം മറന്നുപോകരുത്. LGSനൊക്കെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മുഹറത്തിന്റെ ഓഫറും ഇപ്പോൾ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്തോളാം.
ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കണേ. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം പ്രിപ്പറേഷൻ. താങ്ക് യു.